Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്നത്തെ എനർജി ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്, എന്താണ് കറണ്ട് സിറ്റുവേഷൻ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്, യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ്, എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ, അതുപോലെ ഡിയേഴ്സ്, ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 of Swords ആണ്. 2 of Swords വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു അവോയ്ഡൻസ് എവിടെ നിന്നോ ലഭിച്ചു, ഒരു ഒഴിവാക്കൽ ഫീൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു എന്താ പറയാ, അനിശ്ചിതത്വത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അടുത്തത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് പേജ് ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അതെ, നിങ്ങളൊരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. നിങ്ങളിപ്പോൾ ചോയ്സസ് ഏത് ചോയ്സ് ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണ്ണു മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കരുത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ ഏതാണോ ബെറ്റർ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ സ്വയം മുന്നോട്ട് വരിക, നമ്മൾ എന്താ പറയുക, സെൽഫ് മോട്ടിവേറ്റഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആരെന്തൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലും നമ്മൾ എത്രത്തോളം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മോട്ടിവേഷന്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക്, സോ സാഡ്, ഡിപ്രഷൻ മോഡ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോകും. അപ്പൊ അതൊരിക്കലും വരാൻ പാടില്ല. നിങ്ങൾ ഇപ്പൊ എന്തൊരു അവസ്ഥയിൽ കഴിയുന്നോ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഓവർ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നു, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ കരിയറിലായാലും ഹെൽത്തിലായാലും അതേപോലെ ഫാമിലി ലൈഫിലായാലും ഒക്കെ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താണെന്ന് സ്വയം ചിന്തിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കണം. അതിൽ എന്താണോ നല്ലത് അത് ചൂസ് ചെയ്ത് പുറത്തു വരിക. സ്വയം അത് നിങ്ങൾ തന്നെ വേണം. നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന്, ഈ ഒരു എന്താ പറയാ, ഒരു ഐഡിയൽ സ്റ്റേജിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. യൂണിവേഴ്സും നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ചിന്തിക്കുക, അതിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, മുന്നോട്ടേക്ക് പോവുക. ഒരിക്കലും ഇതേ അവസ്ഥയിൽ ഇരുന്ന് പോകരുത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. Hope you like this video. Okay, stay tuned. Have a nice day.